നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വേനൽ മഴ കടുത്തതോടെ ആശങ്കയായി മഞ്ഞപ്പിത്ത വ്യാപനം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി രോഗബാധ ഉയർന്നതും മരണസംഖ്യ കുതിച്ചതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വർഷം മാത്രം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 13 ഉയർന്നു. കഴിഞ്ഞ വർഷം കൊണ്ട് മരണപ്പെട്ട ആകെ ആളുകളുടെ എണ്ണം ഈ വർഷം 5 മാസം പിന്നിടുമ്പോഴേക്കും മറികടന്നതായും ഇത് ഇരട്ടിയായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. രോഗബാധിതരുടെ എണ്ണവും ദിനംപ്രതി ഉയരുകയാണ്. ഈ വർഷം ഇതുവരെ 5000-ത്തിലധികം പേരാണ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ ചികിത്സ തേടിയവരുടെ എണ്ണം 4000-ത്തിൽ താഴെ ആണെന്നതാണ് കൂടുതൽ ഗൗരവകരമായ കാര്യം. മരണനിരക്ക് കുതിച്ച് ഉയർന്നിട്ടുണ്ട് എന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ്. 7 പേരാണ് കഴിഞ്ഞ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത്. ഇക്കുറി ഇതുവരെ 13 പേരുടെ ജീവൻ നഷ്ടമായി. അതിൽ തന്നെ മലപ്പുറത്താണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിൽ ഇതുവരെ 8 പേർ രോഗബാധ മൂലം മരണപ്പെട്ടു. അതിനിടെ 180 പേർക്ക് എറണാകുളം വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് കണക്കുകൂട്ടൽ. ശുദ്ധീകരിക്കാത്ത കുടിവെള്ളമാണ് ഇവിടെ വിതരണം ചെയ്തത്. ഇതോടെ രോഗബാധിതരുടെ ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ ഇന്ന് പഞ്ചായത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. ഇതിലാവും കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. പഞ്ചായത്തിൽ 2 പേരാണ് മഞ്ഞപ്പിത്തം മൂലം മരണപ്പെട്ടത്. നിലവിൽ 50ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ 3ഓളം പേർ ഗുരുതരാവസ്ഥയിലാണ്. കിണർ വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയിൽ വാട്ടർ അതോറിറ്റിയെയാണ് കൂടുതൽ പേരും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത്. പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലും മഞ്ഞപ്പിത്തം പടരുകയാണ്. രോഗപ്രതിരോധ നടപടികൾ ഊർജിതമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. മലപ്പുറത്തെ വേങ്ങര പഞ്ചായത്തിൽ 2 പേർ മരിക്കുകയും 40ഓളം പേർ ആശുപത്രിയിലാവുകയും 178 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ജില്ലയിൽ 4000-ത്തോളം ഹെപ്പറ്റൈറ്റിസ് എ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച 2 പേർ ഉൾപ്പെടെ 5 മാസത്തിനിടയിൽ 8 പേർ ജില്ലയിൽ മരിച്ചു. വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെയാണ് പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നത്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയാണ് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ. മലിനജലത്തിലൂടെ രോഗവാഹികളായ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചതാണ് വേങ്ങൂരിലെ രോഗബാധയ്ക്ക് കാരണമെന്നാണ് നിഗമനം. മഞ്ഞപ്പിത്ത ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ രോഗിയുടെ മലത്തിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ സാന്നിധ്യം ഉണ്ടാകും. രോഗലക്ഷണം പ്രകടിപ്പിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയോ അതിലധികമോ വൈറസ് സാന്നിധ്യം ഉണ്ടാകാം. അതേസമയം ചില വ്യക്തികളുടെ മലത്തിൽ രോഗലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായി മാറിക്കഴിഞ്ഞാലും ആഴ്ചകളോളം വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇത് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടു നിൽക്കാം. മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാൻ രോഗബാധിതർ കൈകൾ വൃത്തിയായി കഴുകുന്നത് ഉൾപ്പെടെ വ്യക്തി ശുചിത്വം നന്നായി പാലിക്കേണ്ടതുണ്ട്. കണ്ണിനകവും തൊലിപ്പുറവും മഞ്ഞ നിറത്തിലാകുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം. മഞ്ഞ നിറമുള്ള ബിലിറൂബിൻ നമ്മുടെ കോശങ്ങളിൽ അടിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പല കാരണങ്ങളാൽ രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് ഉയരാനിടയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.